വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഏറെ പോരിശയാക്കപ്പെട്ട ഒരു രാവാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു രാവാണ്. വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കിതാബുകളിലൊക്കെ ഉണ്ട്. ലൈലത്തുൽ ഖദർ 17 രാവിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന്. ഈ ഒരു രാവ് ഒരുപാട് പോരിശയാക്കപ്പെട്ടതാണ്. ഈ ബദരീങ്ങളുടെ ആണ്ടാണ് റമദാൻ 17. ബദരീങ്ങൾ എന്ന് വെച്ചാൽ സ്വർഗത്തില് പ്രവാചകന്മാർ കഴിഞ്ഞാല്, നബിമാർ കഴിഞ്ഞാല് പിന്നെ സ്വർഗത്തിലേക്ക് അവകാശമുള്ളവരാണ് ബദരീങ്ങൾ. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ബദരീങ്ങളെ പേരിൽ നേർച്ചയാക്കിയിട്ട് ചെല്ലാവുന്നതാണ്. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഈ ബദരീങ്ങളെ എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിന് പോയിട്ട് ഷഹീദായി മരിച്ചവരെയാണ്. ഇവരൊക്കെ സ്വർഗത്തിലാണ്. ഇവര് ബദർ യുദ്ധത്തിന് പോകുന്ന ആ ഒരു സമയത്ത്, ആ ഒരു രാവിലെ നബിതങ്ങള് അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ നബിതങ്ങള് ഉറക്കൊഴിഞ്ഞിട്ട് ആ ഒരു ഒരുപാട് തവണ ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് മനമുരുകി നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബദർ യുദ്ധത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബദർ യുദ്ധം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ഈ ഒരു രാവിലെ നബിതങ്ങള് ചൊല്ലിയ ആ ഒരു ദുആ നമ്മള് ധാരാളം അധികരിപ്പിക്കുക. ആ ഒരു ദുആ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാനും, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നിറവേറാനും, എന്ത് ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറാനും നമ്മൾ ഈ ഒരു ദുആ 313 അല്ലെ 113 എത്രയാണ് നമുക്ക് കഴിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിയ്യത്ത് ചെയ്ത് ഈ ഒരു ദുആ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂമു. ആ ദുആന്റെ അർത്ഥമാണ് യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹ്, യാ ഖയ്യൂമു എന്നെന്നും നിലനിൽക്കുന്ന അല്ലാഹ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ഒരു ദുആ നമ്മൾ ധാരാളം ഇന്ന് രാത്രി അധികരിപ്പിക്കണം. കാരണം മുത്തുനബി ഈ ഒരു രാത്രിയിൽ ഉറങ്ങാണ്ട് ഈ ഒരു ദുആ ഒരുപാട് പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്ത ഒരു രാവാണ്. അതുകൊണ്ട് നമുക്കും ഈ ഒരു രാവിന് നല്ലൊരു പുണ്യം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്, ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.